സാധാരണ ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് മാറിയിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇപ്പോൾ എനിക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളുടെ പണിയൊക്കെ ഒതുക്കി മോൻ്റെ പിന്നാലെ ഓടി അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ നിന്ന് ശരിക്കും നമ്മൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ പാരൻസിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന പോലെയല്ല. എന്നാൽ പോലും ഇപ്പം നാട്ടിൽ വന്നതാണ്, ഞാൻ കുറച്ച് മാസം നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങളും നേടിയെടുക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ ഓടുന്ന തിരക്കിനിടയിൽ ഇവനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നത് അച്ഛനും അമ്മയും എല്ലാം ആണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് എനിക്ക് സങ്കടമൊക്കെ വരും കേട്ടോ. അന്നേരം മോൻ്റെ കൂടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സ് പഠിക്കാമെന്ന് കുറച്ച് പേര് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. പറഞ്ഞവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ എങ്ങനെ പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും എൻ്റെ കുഞ്ഞുമായിട്ടുള്ള ടൈം അല്ല അവനെ കാണുന്നതൊക്കെ എനിക്ക് കുറഞ്ഞു പോവുമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പഠിക്കാമെന്ന് ആലോചിച്ചപ്പോൾ അമ്മ തന്നെയാണ് കേട്ടോ ഇത് പറഞ്ഞു തന്നത്. അമ്മ ഇങ്ങനെ തയ്യലിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം കണ്ടു കേട്ടോ. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു മാസത്തെ ഒരു കോഴ്സ് ചെയ്യാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. കാരണം ക്ലാസ് എങ്ങനെയുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷേ എനിക്ക് തയ്യലിനെ പറ്റിയിട്ട് ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ 3 മാസത്തെ കോഴ്സ് എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതേപോലെ 3 മാസത്തെ കോഴ്സ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പല സംഭവങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇപ്പം ഞാൻ പഠിച്ച ഫീൽഡ് എന്തോ ആണ്, ഞാൻ വർക്ക് ചെയ്ത ഫീൽഡ് എന്തോ ആണ്, ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ ആണ്. ഇതെന്താ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, അയ്യേ തയ്യലാണോ പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചുറ്റും നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ളൊരു തടസ്സമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ ജോലിക്കും നമ്മളിനി എന്തൊക്കെ പഠിച്ചിരുന്നാലും ഇനി എത്രയൊക്കെ ഉയരങ്ങളിൽ എത്തിയാലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒന്നിനും മടിക്കണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. നമ്മളെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സമയം ചിലവാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് പഠിക്കണം, പിന്നെ ഒരു തയ്യൽ കടയിൽ പോയിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്ലാസ് ഒന്നും കിട്ടില്ല. കാരണം ഞാൻ അമ്മയൊക്കെ അങ്ങനെ പോയി പഠിച്ചതാണ്, പക്ഷെ അമ്മ നന്നായി തയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സസ് വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ളൊരു കോഴ്സിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിച്ചത് കേട്ടോ. പിന്നെ വീട്ടിലിരുന്ന് ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ റെക്കോർഡഡ് ക്ലാസ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഏത് സമയത്താണ് ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ. ഇനി അടുത്ത ജന്മം എന്താണെന്ന് പോലും അറിയില്ല, അടുത്ത ജന്മം ഉണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മളുടെ സ്വപ്നങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി മാറ്റി നിർത്തുമ്പോൾ എല്ലാവരും അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മളും അതേപോലുള്ള നമ്മളുടെ ലൈഫിനും എല്ലാ സ്ത്രീകളുടെ ലൈഫിനും വാല്യൂ ഇല്ലേ. അപ്പോൾ നമ്മളുടെ ജീവിതം അടുക്കളയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോ ഒതുക്കി തീർക്കേണ്ടതല്ലല്ലോ. അപ്പം നമ്മളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കാതെ നമ്മളുടെ സ്വപ്നങ്ങൾ ഉള്ളിൽ ഒതുക്കിയതുകൊണ്ട് ആരും മനസ്സിലാക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഹസ്ബൻഡിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഒക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭംഗിയായിട്ട് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഒരു തടസ്സമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട്, അതായത് പണ്ട് നാൾ മുതലേ ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവം ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണേ. പിന്നെ അഡീഷണലായിട്ട് എന്തൊക്കെ നോക്കി സ്റ്റിച്ച് ചെയ്യുന്നതല്ല, നമുക്കുള്ള വർക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാവും, അതിനുള്ളിൽ നമ്മൾ തീർക്കണം. അപ്പം ഞാൻ വേറെയും ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് സമയം ഭയങ്കര കുറവാണ്. അപ്പം മെഷീൻ്റെ അടുത്ത് ഇരിക്കുമ്പം ഭയങ്കര ടെൻഷനുമായിരിക്കും. കാരണം മോൻ വന്നിട്ട് മെഷീൻ്റെ അടുത്ത് ഭയങ്കര ഡേഞ്ചറല്ലേ, സൂചിയുള്ളതല്ലേ. അതുകൊണ്ട് അവനെ അപ്പുറത്ത് പിടിച്ചു വെച്ച് അവനധികം ബോറടിക്കാത്ത രീതിയിൽ അവനെ എൻ്റർടൈൻ ചെയ്തിട്ട് ഇരുത്തുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ അടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അതിന് അച്ഛൻ്റെ അമ്മയുടെ പങ്ക് ചെറുതൊന്നുമല്ല കേട്ടോ. അപ്പോൾ മാക്സിമം സ്പീഡിൽ തന്നെ ഞാൻ തയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പഫ് സ്ലീവ് വെച്ചിട്ടൊരു പട്ടുപാവാടയാണ് കേട്ടോ. ഇതിലെ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചതായിരുന്നു. സ്കേർട്ടിന് വന്നിട്ട് ഞാൻ അമ്മയുടെ നമ്മളുടെ സെറ്റ് സാരി ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഒത്തിരി ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം പകുതി കസവുണ്ടായിരുന്നു, അതായത് വർക്ക് ഉണ്ടായിരുന്നു, പകുതി വർക്കില്ലാത്ത പോർഷൻ ഉണ്ടായിരുന്നു. എനിക്ക് വർക്കില്ലാത്ത പോർഷനായിരുന്നു വേണ്ടത്. പിന്നെ അതിൻ്റെ കസവ് ബോർഡറൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ ഈ ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വെച്ച് അടിക്കുന്നില്ല, അതൊരു പുതിയ മോഡലൊന്നുമല്ല കേട്ടോ. പക്ഷേ
എനിക്കത് തയ്ച്ചെടുക്കാൻ പറ്റും എന്ന് അതൊരാഗ്രഹമായിരുന്നു. അത് ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയപ്പോൾ ഉള്ളൊരു സന്തോഷം അത് ചില്ലറയൊന്നുമല്ല കേട്ടോ. പഫ് സ്ലീവൊക്കെ ആദ്യം വെച്ചടിക്കുമ്പോണ്ടല്ലോ എൻ്റെ പടച്ചോനെ ഇതെന്ത് ഞാൻ ചെയ്യാൻ പോവാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നേ. ഇതെങ്ങനെ തുടങ്ങുമെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പഫ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും അടിക്കാൻ ആരെ കൊണ്ട് സാധിക്കും, ഭംഗിയായിട്ട് അടിക്കുക എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ആ ഒരു ടെൻഷൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാവാതിരിക്കുന്ന സമയത്ത് അമ്മയാണ് കേട്ടോ എനിക്കതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത്. അതായത് നീറ്റായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ട്രിക്ക് അമ്മയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അമ്മയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടും അമ്മ നന്നായി തയ്ക്കുന്നത് കൊണ്ടും എനിക്ക് വേണ്ടുന്ന ടിപ്പൊക്കെ കുറേ അമ്മയുടെ ഭാഗത്തു നിന്ന് കിട്ടും. പിന്നെയും വഴക്ക് കിട്ടുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം നീറ്റാക്കി വെക്കണം എന്ന് പറയും. പക്ഷെ മിക്കവാറും ഞാനിങ്ങനെ മോൻ വരും എന്നുള്ള ഒരു ടെൻഷനിൽ അടിക്കുന്നത് കൊണ്ട് തന്നെ അടിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ ചിലപ്പോൾ ഓടി അവൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പം എന്താണ് ആ വൃത്തിയാക്കൽ പരിപാടി അവിടെ നിന്നിട്ടുണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇറിറ്റേഷനുള്ള പരിപാടിയും അതാണ്. ചില സമയത്ത് ഞാനത് ശരിക്കും പാടെ മറന്നു പോകും കേട്ടോ. കാരണം കുറേ നേരമായില്ലേ നമ്മൾ തയ്ക്കാനിരുന്നിട്ട്. അപ്പോൾ എന്തൊക്കെയല്ലോ ആയിരിക്കും മൈൻഡിലൂടെ പോകുന്നുണ്ടാവുക കേട്ടോ. ഭയങ്കര റിലാക്സ് ആയിട്ടൊന്നും ആയിരിക്കില്ല എല്ലാം ചെയ്യുന്നുണ്ടാവുക. എൻജോയ് ചെയ്ത് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയാവുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ അവസാനം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത് ഞാൻ പറയാം കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ അമ്മയുടെ വായിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് കേട്ടോ ഏറ്റവും ആദ്യം നോക്കാറുള്ളത്. കാരണം അമ്മ നന്നായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ അത് അത്രയും നന്നായാൽ മാത്രമേ പറയുള്ളൂ. അതുപോലെ പിന്നെ ഏട്ടൻ അയച്ചു കൊടുക്കും. പിന്നെ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ചില്ലറയൊന്നുമല്ല. അപ്പോൾ ഞാൻ വീട്ടിലുള്ള അതേ കോലത്തിൽ തന്നെയാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു വെച്ചുകെട്ടൽ ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ വീട്ടിലിങ്ങനെയാണ്, ഞാനങ്ങനെ ഭയങ്കര ഒരുങ്ങിയിരിക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് മിക്കവാറും എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ നിങ്ങളെൻ്റെ യഥാർത്ഥ കോലത്തിലായിരിക്കും കാണുന്നുണ്ടാവുക. പിന്നെ നമ്മൾ നല്ല ഒരുങ്ങിയെടുക്കേണ്ട വീഡിയോസ് ആകുമ്പോൾ ഒരുങ്ങിയെടുക്കുകയും ചെയ്യും കേട്ടോ. അതത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്കേർട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നായി. ടോപ്പിൻ്റെ ഭാഗം കുറച്ചും കൂടെ എനിക്കങ്ങനെ ഒത്തിരി ടൈമൊന്നും എടുത്തില്ല. പിന്നെ അത് ചവിട്ടി അടിക്കുന്ന മെഷീനല്ലേ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. കാരണം മെഷീൻ പഴയ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോബ്ലം ഉണ്ട് മെഷീൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തയ്ച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റിച്ചിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ സൂക്ഷിച്ചടിക്കേണ്ടി വരുന്നത്. നല്ലൊരു മെഷീൻ വാങ്ങിക്കുക എന്നുള്ള ഒരു വലിയ സ്വപ്നം എൻ്റെ മൈൻഡിലുണ്ട്. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കാശ് കൊണ്ടായിരിക്കണം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉറുമ്പ് അരിമണി പെറുക്കി സൂക്ഷിക്കില്ല, അതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം പോലെ ഞാൻ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന മെഷീൻ ഇച്ചിരി എക്സ്പെൻസീവാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ ആഗ്രഹിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് എൻ്റെ ചുറ്റും. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എന്തായാലും വാങ്ങിത്തരുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ അധ്വാനിച്ച ഒരു ഇതുകൊണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതുപോലെ തന്നെയാണ് ഞാൻ എന്നോട് പറഞ്ഞത് കേട്ടോ. എനിക്ക് ഞാൻ അധ്വാനിച്ചിരിക്കുന്ന ആ കാശ് കൊണ്ട് വാങ്ങിക്കണം. അത് ഞങ്ങളുടെ കാശ് ഡിഫറെൻ്റാണ് എന്നൊന്നും അല്ല കേട്ടോ ഞാൻ മീൻ ചെയ്യുന്നത്. നമ്മളൊരു സ്വപ്നം നമ്മളുടെ കൈകൊണ്ട് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, എനിക്കത് ഇപ്പോഴേ ചിന്തിക്കുമ്പോഴും എനിക്ക് അറിയാതെ കണ്ണെന്നറിയാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു സങ്കടവും ഞാൻ നിങ്ങളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഒരുപാട് വിഷമങ്ങൾ നേരിട്ടപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടുമില്ല, അതാണ് വേറൊരു കാര്യം. പക്ഷേ ഇപ്പം എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ പേയ്മെൻറ്റൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞ് പോവാറുണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ ടോപ്പ് അടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയായി ഫിനിഷായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് സ്കേർട്ടിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനേ ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് പലതും പറഞ്ഞ് പോകുന്നുണ്ട്. കാരണം എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഇത്രയായിട്ടും ഞാൻ വീഡിയോയിൽ ഒത്തിരി ഗ്യാപ്പ് എടുത്തപ്പോഴും എപ്പോഴും എന്നെ കൂടെ നിന്ന് ചേച്ചിയെ പോലെയും അനിയത്തിമാരെ പോലെയും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് ഒരു
അതിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് അത് പറയാന്നുള്ളൊരു കാര്യം. ചില സമയം ഒത്തിരി ഇമോഷണലായി പോവാറുണ്ട് കേട്ടോ. സ്വതവേ എൻ്റെ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ കരഞ്ഞുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ കരഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൈവിട്ട് പോയാൽ മാത്രമേ ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടെന്ന് പറയുള്ളൂ. അല്ല എങ്കിൽ നമ്മളുടെ പ്രോബ്ലം ചിരിച്ചുകൊണ്ടായാലും പ്രോബ്ലം പറയണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ വിഷമത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരാളുടെ മുമ്പിൽ മാത്രമേ നമ്മളുടെ വിഷമമായാലും നമ്മളുടെ ഫീലിങ്സ് ആയാലും ഞാൻ പറയാറുള്ളൂ കേട്ടോ. അത് ഞാൻ ഇപ്പം ശ്രദ്ധിക്കാറുണ്ട്. മുമ്പ് അങ്ങനെയല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ പറഞ്ഞു പോവായിരുന്നു എൻ്റെ സങ്കടങ്ങൾ, അങ്ങനെ പറഞ്ഞു പോവായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ചിലപ്പോൾ അതൊരു കഥ കേൾക്കുന്ന ലാഘവം മാത്രമേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ സ്നേഹത്തിനോ സങ്കടത്തിനോ വാല്യൂ കൊടുക്കാത്ത ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടിയെന്ന് പറയുമ്പം ഞാൻ സ്നേഹിക്കുന്ന ആരെയും ഞാൻ മാറ്റി നിർത്തിയിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷേ ഞാൻ വിചാരിക്കാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പല സ്വപ്നങ്ങളും നേടിയെടുത്ത സ്ത്രീകളുടെ കാര്യം എങ്ങനെയായിരിക്കും. കാരണം എനിക്ക് തയ്യലിൻ്റെതിന് പോലും എനിക്ക് മര്യാദയ്ക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് കുഞ്ഞിനെയും ഡീൽ ചെയ്ത് അവർ പഠിച്ച് അവരുടെ സ്വപ്നത്തിലേക്ക് എത്തൽ. എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് മാത്രമാണ് കേട്ടോ അവരോട്. കുഞ്ഞിൻ്റെ കാര്യങ്ങളിപ്പം ഇതിപ്പോൾ ഞാൻ തിരിച്ച് മസ്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാനും മോനും ഏട്ടനും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവന് ബോറടിക്കാതെ നോക്കുക എന്നുള്ളൊരു ടാസ്ക് കൂടിയുണ്ട്. കാരണം കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം അവൻ്റെ ആക്ടിവിറ്റീസിനായാലും അവൻ സംസാരിക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കുട്ടികളുടെ ഭാവിയെ നന്നായിട്ടത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അവന് വേണ്ടുന്ന കുറച്ച് ടൈം ഇപ്പം അവർ പഠിപ്പിക്കുന്നത് കൂടി കളിച്ചുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അവനെ പഠിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലും ശ്രദ്ധ കുറഞ്ഞു പോകരുത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മളുടെ പാരൻസൊക്കെ ഉണ്ടാവുമുണ്ടല്ലോ, അതങ്ങ് ഭംഗിയായിട്ട് നടന്നോളും. അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഏക അവസരമാണിതൊക്കെ. അപ്പോൾ ഇന്നത്തെ സ്കേർട്ടില്ലേ നമ്മൾ സിബ് വെച്ചിട്ടുള്ള സ്കേർട്ടാണ് കേട്ടോ. ഇതൊക്കെ പുതിയ മോഡലാണല്ലോ. നമ്മളൊക്കെ അതായത് കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കെട്ടുടുപ്പാണ്, മീൻസ് കെട്ടുന്ന ടൈപ്പാണല്ലോ. ഞാൻ ഇങ്ങനെ സിബുള്ളതൊന്നും കണ്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പക്ഷേ എനിക്ക് ഈ സ്കേർട്ട് അടിച്ചപ്പോൾ മിസ്റ്റേക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലെയർ ഭയങ്കര കുറവാണ്. എനിക്ക് ഒത്തിരി മടക്ക് വേണമെന്നുണ്ടായിരുന്നു. അത് ആരുടെയും മിസ്റ്റേക്കല്ല, സാരിക്ക് എനിക്ക് വേണ്ടുന്ന പോർഷൻ കിട്ടുന്നുണ്ടായില്ല. കണ്ട ആ ഒരു കസവ് വരണ്ടെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ കസവ് വരാണ്ടാവുന്നില്ല. പിന്നെ അങ്ങോട്ട് ഫുൾ അങ്ങനത്തെ ഒരു കസവാണ്. എനിക്ക് ആ കസവ് വേണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പറയാം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും ഒരു കമൻറ്റും തരാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.